പാരീസ് ഫാമിലി പാക്കേജ് അടിപൊളി പരിപാടിയാണല്ലോ. ഞാനും കൂടെ വരട്ടെ? സോരങ്ങളെ 3 പേർക്ക് ആകെ പോവാൻ പറ്റും, ഞാനും അമ്മയും അച്ഛനും. ഞങ്ങൾ ഡിസ്നിലാൻഡിലും ഈഫിൽ ടവറിലും റിവറിലൂടെ ബോട്ടിലൊക്കെ പോവും. എല്ലാം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പോ ഗൗരി മോൾ ഇനി പാരീസ് ഗേൾ ആണല്ലേ? കാലക്കേളിയ പാരീസ് ഫാമിലി ആയിട്ട് പോവാൻ ഉഗ്ര സ്ഥലമാണ്. അളിയൻ എന്തായാലും ഇപ്പൊ നല്ല കാലമാണ് അല്ലേ സമൃദ്ധേ? ഭാഗ്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് വന്നോണ്ടിരിക്കുകയല്ലേ. കൺഗ്രാറ്റ്സ് അളിയ. സമൃദ്ധയ്ക്കും ഈ യാത്ര നല്ലൊരു മാറ്റവും. എന്തായാലും നിങ്ങൾ ലക്കി ഫാമിലിയാ. ഇനിയപ്പോ കാശ്മീരിൽ പോക്ക് എന്ത് ചെയ്യും? ക്യാൻസൽ ചെയ്യോ അതോ പാരീസിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് കാശ്മീരിൽ പോവോ? അവര് രണ്ടിടത്തും പോവും. നിനക്കെന്ത് വേണം? എനിക്കൊന്നും വേണ്ടായേ, ഞാൻ ചോദിച്ചത് തിരിച്ചെടുത്തു. സമൃദ്ധ, നീയും കൂടി ഇരിക്കും മോളെ. വന്നിരിക്കും മോളെ, വാ. നീ എന്താ ഒന്നും മിണ്ടാതിരിക്കുന്നേ? പാരീസിൽ പോകാൻ ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ട് നിന്റെ മുഖത്ത് ഒരു സന്തോഷമില്ലല്ലോ. അവന്റെ മുഖത്ത് മാത്രമല്ല, സമൃദ്ധിയുടെ മുഖത്തുമില്ല. എന്തു പറ്റി മോളെ? ഒന്നുമില്ലമ്മ, ഇവർക്ക് ചുമ്മാ തോന്നുന്നതാ. സമൃദ്ധയുടെ വിഷമങ്ങളൊക്കെ മാറിക്കോളും. ഭർത്താവിന്റെയും മോളുടെയും കൂടെയല്ലേ പോകുന്നത്. കഴിക്കേ. അല്ലെങ്കിലും ജീവിതം പെട്ടെന്ന് ചില സർപ്രൈസുകൾ മുന്നിൽ വെക്കുമ്പോ നമ്മൾ ആരായാലും ആദ്യം ഒന്ന് വെപ്രാളപ്പെട്ടു അല്ലേടയാ? ഇതുപോലുള്ള യാത്ര ഇടയ്ക്കൊക്കെ നല്ലതാ. പഴയതൊക്കെ മറക്കാനും പുതിയ സ്വപ്നങ്ങളൊക്കെ കാണാനും. അല്ലേളിയാ? എന്തു പറ്റി മോളെ? ഒന്നുമില്ലമ്മ, വിശപ്പ് തോന്നുന്നില്ല. അളിയാ, ഈ പാരീസിലേക്കുള്ള യാത്രയ്ക്ക് മുന്നേ ചില തയ്യാറെടുപ്പുകളൊക്കെ ആവശ്യമുണ്ട്. എന്തു പറ്റി മോനെ? നീ കഴിക്കുന്നില്ലേ? അളിയൻ കഴിച്ചിട്ട് പോളിയാ? മതി, നിറഞ്ഞു. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്തൊക്കെ ചോദിക്കാൻ പോയേ? അതിന് ഞാൻ ആവശ്യമില്ലാത്തൊന്നും ചോദിച്ചില്ലല്ലോ. ചോദിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ.